ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. എറണാകുളം സ്റ്റൈലുള്ള ഒരു സാമ്പാർ. ഓരോ ജില്ലകളിൽ സാമ്പാർ വെക്കുമ്പോൾ ഓരോ സ്റ്റൈലിലാണ്. ഈ സാമ്പാർ എങ്ങനെ വെക്കണമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. സാമ്പാർ വെക്കാനായിട്ട് പീസ് പരിപ്പ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ തുവരപ്പരിപ്പ് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ചെറുവേറ്റം പരിപ്പ് അത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോ മസൂർ ദാളാണ്. അപ്പൊ കുറച്ച് മസൂർ ദാള് കഴുകി റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി മുരിങ്ങാക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മുരിങ്ങാക്കായ, അധികം വലിപ്പമൊന്നുമില്ല, ചെറിയ അധികം മൂക്കാത്തതാണേ. അപ്പൊ നമ്മൾ മുരിങ്ങാക്കായൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് അതിന്റെ ആ നാരുണ്ടല്ലോ അതൊന്ന് ഇതേപോലെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കണ്ടോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് വലിച്ചങ്ങോട്ട് കളഞ്ഞാൽ അതിന്റെ നാരങ്ങോട്ട് കളയാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് ആണ്. ഒരു ചെറിയ കഷ്ണം ചേർത്ത് കഴിഞ്ഞാല് സാമ്പാറിന് നല്ല നിറം കിട്ടും. പോയി കഴിഞ്ഞാൽ ബീറ്റ്റൂട്ടിന്റെ ചൊവയൊക്കെ വരും. അപ്പൊ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അത് നുറുക്കിയിടണത്, കാരണം അത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും മറ്റുള്ള കഷ്ണത്തിനേക്കാളേ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മത്തങ്ങയാണ്. ഒരു 1/4 കിലോ മത്തങ്ങയോളം ഉണ്ടാവും. അതും അത്യാവശ്യം ഞാനിത് വലിപ്പത്തിലാണ് നുറുക്കിയിടണം. മത്തങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പൊ നല്ല വലിപ്പത്തിൽ തന്നെ മത്തങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ക്യാരറ്റും അത്യാവശ്യം വേവുള്ളതാണ്. അപ്പൊ ആ റൗണ്ടിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യണതേ. അപ്പൊ അധികം വലിപ്പത്തിലല്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യാരറ്റും അതിലങ്ങോട്ട് ചേർത്തു. പിന്നെ 3 വഴുതനങ്ങ, നല്ല വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ്. അപ്പൊ അതും അങ്ങോട്ട് കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വീട്ടിലൊക്കെ സാമ്പാർ വെക്കുമ്പോൾ ഏകദേശം ഇത്രയും കഷ്ണങ്ങൾ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. തക്കാളിയും വെണ്ടയ്ക്കയും ചേർക്കാറുണ്ട്. അതൊക്കെ ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ചേർത്ത് കൊടുക്കാറുള്ളത്. ഈ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിന് ഒരു മുങ്ങി നിൽക്കുന്ന പാകത്തിന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇടണം. ആദ്യം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് പിന്നെ കറിയൊക്കെ റെഡിയായി കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തിട്ടെ അത് അടച്ചു വെച്ച് ഇനി നമുക്കതൊന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കാം. അതങ്ങോട്ട് വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടെ ആ തക്കാളിയും വെണ്ടയ്ക്കും ഒന്ന് റെഡിയാക്കണേ. ഒരു 3 തക്കാളിയും കുറച്ച് വെണ്ടയ്ക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് അതിന്റെ തുമ്പൊന്ന് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല മൂത്ത വെണ്ടയ്ക്കാണോ അല്ലേന്ന്. മൂത്തതല്ലെങ്കിൽ കണ്ട് ഇതേപോലെ ഒടിച്ചെടുക്കാൻ പറ്റും. സാമ്പാറിലൊക്കെ ചേർക്കുമ്പോഴേ നമ്മൾ മൂക്കാത്ത വെണ്ടയ്ക്കാണ് ചേർക്കേണ്ടത്. കണ്ട, മൂത്ത വെണ്ടയ്ക്കാകുമ്പോൾ കണ്ട് ഇത് നമുക്ക് അതങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റില്ല, കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിത് നല്ലതാണോ എന്നൊക്കെ നോക്കിയെടുക്കുമ്പോഴേ കടക്കാർ കാണാത്ത രീതിയിൽ വേണം നോക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവര് പ്രശ്നം ഉണ്ടാക്കുകയെ. ആ വെണ്ടയ്ക്ക് അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും കൂടി അങ്ങോട്ട് ചെറുതാക്കി അങ്ങോട്ട് നുറുക്കി ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സാമ്പാറിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ടല്ലോ, അപ്പൊ കുറച്ച് വാളംപുളി ഞാനേ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന തക്കാളിയുടെ പച്ചപ്പിനനുസരിച്ച് പുളിയുടെ അളവ് അങ്ങോട്ട് നോക്കിയിടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പുളിച്ച് കൂടിപ്പോയി. ഇപ്പൊ പരിപ്പും ആ നേരത്തെ ഇട്ട് കൊടുത്ത കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി അങ്ങോട്ട് ചേർത്ത് പോയി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ആ പുളി പിഴിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കൊന്നും കലങ്ങി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ പുളി പിഴിഞ്ഞ് ബാക്കി സാമ്പാർ പൊടിയൊക്കെ ചേർക്കുമ്പോഴേക്കും അതിന്റെ കറക്റ്റ് വേവ് പാകത്തിന് തന്നെ കിട്ടിക്കോളൂ. അപ്പൊ ആ പുളി അങ്ങോട്ട് പിഴിഞ്ഞത് അങ്ങോട്ട് ഒഴിച്ചിട്ടെ ഇനി കുറച്ച് നേരം അതൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിലേക്ക് ചേർക്കുന്നതിനുള്ള സാമ്പാർ മസാല ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പൊ ഞാൻ ഒരു 5 ടീസ്പൂൺ, ചെറിയ സ്പൂണിൽ 5 ടീസ്പൂണാണ് ഈ പൊടി അങ്ങോട്ട് എടുത്തേക്കണത്. ഇതിന് നല്ലവണ്ണേ വെള്ളം അങ്ങോട്ട് ചേർത്ത് കലക്കി അങ്ങോട്ട് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് പിന്നെ ഇത് സാമ്പാർ ഇത്തിരി മധുരമൊക്കെ ആവശ്യമുണ്ടാവും. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ ഇന്നൊന്ന് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടെ കുറച്ച് പച്ചമല്ലി കട്ട് ചെയ്തും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കണം. പിന്നെ ഇതിലേക്ക് താളിച്ചങ്ങോട്ട് ചേർക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി അങ്ങോട്ട് മൂപ്പിച്ച് നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയാണ്.
കൂട്ടുകാരെ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.